ത്രിയേക ദൈവത്തിൻ്റെ ആദിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് ഈ വർഷത്തിലെ 197-ാമത്തെ ദിവസമാണ്. ഇന്ന് 568-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. 568-ാമത്തേത്. ഇന്നത്തെ ചിന്താവിഷയം പുത്തൻ സാമൂഹിക ക്രമം എങ്ങനെ അഭിമുഖീകരിക്കണം. പുത്തൻ സാമൂഹിക ക്രമം എങ്ങനെ അഭിമുഖീകരിക്കണം. ഉത്തരാധുനികതയും സാമൂഹിക മാധ്യമങ്ങളും നിർമ്മിത ബുദ്ധികളും സൃഷ്ടിച്ച പുത്തൻ സാമൂഹിക ക്രമത്തിലാണ് ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കുന്നത്. സാമൂഹികവും ആത്മീയവും ഗാർഹികവുമായ നിരവധി വെല്ലുവിളികൾ വിശ്വാസികൾക്ക് നേരിടേണ്ടി വരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ സത്യം, നീതി, സമത്വം, സ്നേഹം, സമാധാനം, സുതാര്യത, കൃത്യത എന്നീ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ഏവരെയും വിവാഹീയത ഇല്ലാതെ ഉൾക്കൊള്ളുവാനും അന്തസ്സും ആത്മാഭിമാനവും സംരക്ഷിക്കുവാനും സഭകൾക്ക് കഴിയണം. സഭയുടെ സാക്ഷ്യവും ശുശ്രൂഷയും ദൈവരാജ്യ മഹത്വത്തിനും നീതിയുടെ സംരക്ഷണത്തിനും ആകേണ്ടതുണ്ട്. ആഗോളവൽക്കരണവും ഇൻഫർമേഷൻ ടെക്നോളജിയും ജൈവ സാങ്കേതിക വിദ്യയും മനുഷ്യജീവിതത്തിൻ്റെ സമഗ്ര തലങ്ങളെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവ സൃഷ്ടിക്കുന്ന സാധ്യതകളും വെല്ലുവിളികളും സഭകളുടെയും വിശ്വാസികളുടെയും മുമ്പിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. നിരവധി ആഭ്യന്തര പ്രശ്നങ്ങൾ സഭകളിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ലോക ജീവിതത്തെയും പുതുതലമുറയെയും ബാധിക്കുന്ന നൂതന പ്രശ്നങ്ങൾക്ക് സഭകൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ 2-ാം വത്തിക്കാൻ കൗൺസിൽ നടന്ന 1960 മുതലാണ് കാലത്തിന്റെ സൂചനകൾ തിരിച്ചറിയണമെന്ന ആഹ്വാനം ശക്തിപ്പെടുത്തിയത്. സഭകൾ സാമൂഹിക പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും ക്രിയാത്മകമായി അതിനോട് പ്രതികരിക്കുകയും ചെയ്യണമെന്ന പ്രബോധനമാണിത്. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, പാരിസ്ഥിതിക തലങ്ങളിൽ അനുദിനം വിവിധങ്ങളായ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ വേദശാസ്ത്രപരവും സഭാശാസ്ത്രപരവുമായി അവയോട് ഇടപെടുവാൻ കഴിയണമെന്നർത്ഥം. കാലത്തിന്റെ സൂചനകൾ തിരിച്ചറിയാത്ത സഭകൾക്ക് സാമൂഹികമായ നിലനിൽപ്പ് അപകടകരമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ക്രിസ്തീയ ശുശ്രൂഷയിലെ ചില പുത്തൻ കാൽവറി അനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഒന്ന് തിരിച്ചറിയാം. ഒന്നാമത്തേത്, മലയാളി സമൂഹത്തിലെ പുതുതലമുറ അന്താരാഷ്ട്ര കുടിയേറ്റത്തിനായി കാത്തിരിക്കുകയാണ്. അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, UK, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പഠനത്തിനും തൊഴിലിനുമായി കുടിയേറ്റം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ലോക കുടിയേറ്റത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം അടുത്ത വർഷങ്ങളിൽ കുടിയേറ്റം വിവിധ കാരണങ്ങളാൽ വർദ്ധിക്കുമെന്നും വെളിപ്പെടുത്തുന്നു. 3 കോടിയിലധികം ഇന്ത്യക്കാർ വിദേശത്തേക്ക് കുടിയേറി കഴിഞ്ഞു. പുതുതലമുറയ്ക്ക് UK, കാനഡ രാജ്യങ്ങളാണ് അഭികാമ്യം. കോവിഡാനന്തര യുവ ലോകം കുടിയേറ്റത്തെ വരവേറ്റ് അവർ നല്ല ഒരു ഭാഗം ചെറുപ്പക്കാർ ഇന്ന് ഫോറിനിൽ ആണ്. അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് വളരെ വേഗം പറന്നുയരുവാൻ മാനസിക ശേഷി നേടി പുതിയ തലമുറ ഇന്ന് തീരുമാനം എടുത്തിരിക്കുന്നു. സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും നൽകുന്ന മികച്ച ജീവിത നിലവാരവും മികച്ച തൊഴിൽ സാധ്യതകളും യുവതലമുറയെ വിദേശ കുടിയേറ്റത്തിലേക്ക് ആകർഷിക്കുന്നു. വ്യക്തിജീവിതത്തിലേക്ക് അനധികൃത ഇടപാടുകൾക്ക് അവസരമില്ലാത്തതും രാഷ്ട്രീയക്കാരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാധ്യതകളും ഉത്തമ ആരോഗ്യപരം പരിപാലനവും യുവതലമുറയ്ക്ക് വിദേശത്തെ പൊതു ലോകം താല്പര്യം സൃഷ്ടിക്കുന്നതായി നമുക്ക് കാണാം. പടുകൂറ്റൻ പള്ളിയും ശീതീകരിച്ച പ്രാർത്ഥനാ ഹാളും ആകർഷകമായ ടൈൽസിട്ട പള്ളിമുറികളും വിശ്വാസികൾ മോടി പിടിപ്പിക്കുവാൻ മത്സരിക്കുമ്പോൾ യുവതലമുറയ്ക്ക് പള്ളിയും ആത്മീയതയും അന്യമാകുന്നു എന്ന് നാം ജീവിതത്തിലൂടെ പ്രാക്ടിക്കലിൽ മനസ്സിലാക്കി കഴിഞ്ഞു.
ജീവിതത്തിന് അർത്ഥവും അനുഭവവും ലഭിക്കുന്നതിനായി വിദേശ കുടിയേറ്റത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. മലയാളി സമൂഹം വളർത്തിയെടുത്ത ആർഭാട ജീവിത സൗകര്യങ്ങളും വമ്പൻ വീടുകളും തിരസ്കരിച്ച് യുവ തലമുറ കുടിയേറുമ്പോൾ അടഞ്ഞു കിടക്കുന്ന വീടുകളും ഏകാന്തത അനുഭവിക്കുന്ന വൃദ്ധസമൂഹവും ഒരു നേർക്കാഴ്ചയായി സഭകൾക്ക് മുമ്പിൽ എത്തുവാൻ തുടങ്ങിക്കഴിഞ്ഞു. ഗൾഫ് കുടിയേറ്റം തൊഴിൽ തേടിയുള്ള യാത്രയായിരുന്നെങ്കിൽ വിദേശ കുടിയേറ്റം സ്ഥിരതാമസം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന മായിക കാഴ്ചകളിൽ സത്യവും മിഥ്യയും തിരിച്ചറിയുവാൻ കഴിയാതെ വരുന്നു. അസത്യങ്ങളും അർത്ഥസത്യങ്ങളും വിവര വക്രീകരണങ്ങളും മാധ്യമങ്ങൾ സംപ്രേഷിതം ചെയ്യുമ്പോൾ സത്യം തമസ്കരിക്കപ്പെടുന്നു. സത്യ പ്രതീതി സൃഷ്ടിച്ച് അസത്യങ്ങളുടെ വ്യാപകമായ പ്രചാരണമാണ് ശക്തിപ്പെടുന്നത്. ഇത് സത്യാനന്തര കാലം എന്ന് വിശേഷിക്കപ്പെടുന്നു. എന്തും എവിടെയും ഏതു സമയത്തും എനിത്തിങ് പ്ലസ് എനിവെയർ പ്ലസ് എനി ടൈം ഈസ് ഈക്വൽ ടു 24/7 നിരന്തരമായി ലഭ്യമാക്കുന്ന പുതുകാലത്തെ സത്യമെന്ന ദ്യോതിപ്പിക്കുന്ന വിവരങ്ങളും വ്യാജ പ്രതീതികളും സൃഷ്ടിക്കുന്നു. ബഹുജന മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും സൃഷ്ടിക്കുന്ന നിർമ്മിത ബോധത്തെ ക്രിയാത്മകമായി പരിശോധിക്കുവാൻ സഭകൾക്ക് കഴിയുന്നില്ല. നവ സാങ്കേതിക വിദ്യയും സാമൂഹിക മാധ്യമങ്ങളും നടപ്പാക്കുന്ന നെറുകേടുകൾക്കും നേരുകേടുകൾക്കും സഭയും സഭാ ശുശ്രൂഷകരും ഇരയാകപ്പെടുമ്പോഴും സഭകൾ ഔദ്യോഗികമായി പുലർത്തുന്ന നിശബ്ദത വിശ്വാസികളെ അസഹ്യമാക്കുന്നു. ഇരകളാക്കപ്പെടുന്നവർ കാൽവറി അനുഭവങ്ങളിൽ ജീവിതം നീറ്റിപ്പുകയ്ക്കും. സ്മാർട്ട് ഫോണുകളും ചെറു വീഡിയോ റിലീസുകളും വാട്സാപ്പ് ഫേസ്ബുക്ക് പോസ്റ്റുകളും സഭാന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുന്ന പോർവിളികളും കലഹങ്ങളും അക്കപ്പോരിൻ്റെ സഭാ രാഷ്ട്രീയമാണ്. ഇത്തരം കാൽവറി അനുഭവങ്ങൾ തിരുത്തപ്പെടുവാനും ഫലപ്രദമായി പ്രതിരോധിക്കുവാനുമുള്ള സംവിധാനം നമ്മളുടെ സഭയിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകേണ്ടതുണ്ട്. സഭകൾ നേരിടുന്ന അതിഭീകരമായ ഇത്തരം സമ്മത നിർമ്മിതികളും വ്യാജ രേഖകളും അതീവ ദുരന്തമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ലോകം ഡിജിറ്റൽ സംവിധാനങ്ങളിൽ കേന്ദ്രീകൃതമായ നെറ്റ്വർക്കിംഗ് സൊസൈറ്റിയാണ്. സൈബർ സൊസൈറ്റി, ഇൻഫർമേഷൻ സൊസൈറ്റി, പോസ്റ്റ് മോഡൽ കാലം എന്ന് വിളിപ്പേരുകളുണ്ട്. ഇവയെല്ലാം രൂപപ്പെട്ടത് ഇൻഫർമേഷൻ ടെക്നോളജിയും ഇന്റർനെറ്റ് രൂപപ്പെടുത്തിയ മാധ്യമ യുഗത്തിന്റെ പശ്ചാത്തലത്തിലാണ്. സാമൂഹിക മാധ്യമങ്ങളും ഗൂഗിൾ കാലവും കടന്ന് ചാറ്റ് GPT വഴി എന്തും സൃഷ്ടിക്കുവാൻ കഴിയുന്ന കാലത്തിൻ്റെ അതിശക്തിയും സങ്കീർണവുമായ സൂചനകൾ സഭകൾ വിസ്മരിക്കരുത്. സാങ്കേതിക വിദ്യയും ബയോടെക്നോളജിയും സമന്വയിപ്പിച്ച് ദൈവ തുല്യമായ അമാനുഷികരെ സൃഷ്ടിക്കുന്ന കാലം വരികയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ട്സും ഡേറ്റയും ആൽഗോരിതവുമാണ് മനുഷ്യനേക്കാൾ പ്രധാനം. ആരോഗ്യവും സന്തോഷവും അധികാരവും പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ആരോഗ്യരംഗത്തെ സാങ്കേതിക മനുഷ്യരെ അമർത്യതയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്നു. ലോകത്തെ ഭരിക്കുവാൻ ഡേറ്റകൾ ശക്തി നേടുന്നു. മാനുഷിക കേന്ദ്രീകൃത ലോകം ഡേറ്റ കേന്ദ്രീകൃതമായി തീരും. ഇന്റർനെറ്റിന്റെ ലോകമാണ് നാളത്തെ ലോകം എന്ന് യുവാൻ ഹരാരി വിഭാവനം ചെയ്യുന്നു. നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ഉദ്ദേശിക്കുന്നതെന്തും ക്ഷണ നേരത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുന്ന ഡേറ്റായിസം വഴി മനുഷ്യ ദൈവങ്ങളുടെ പുറപ്പാടാണ് കാത്തിരിക്കുന്ന ലോകത്തിന്റെ സാക്ഷ്യം. ഇന്റർനെറ്റും സാമൂഹിക മാധ്യമങ്ങളും മനുഷ്യബന്ധങ്ങളെയും സാമൂഹിക തലങ്ങളെയും വിച്ഛേദിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ജൈവ സാങ്കേതികതയും ലോകത്തെ സമഗ്രമായി കീഴ്മേൽ മറിക്കുകയും ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച മാറ്റങ്ങളെക്കാൾ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പുത്തൻ ആൽഗരിതങ്ങളും ജൈവ സാങ്കേതികതയും സൃഷ്ടിക്കുന്ന സാമൂഹിക ജീവിതത്തിന്റെ സാധ്യതകളും വെല്ലുവിളികളും സഭയ്ക്ക് ഇനിയും തിരിച്ചറിയുവാൻ കഴിയേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ
കാര്യങ്ങളും നടപ്പിലാകുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വീകാര്യതയും ആഗോളതയിലുള്ള സ്വാധീനവും നിരവധി പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സങ്കീർണമായ വേദവ്യാഖ്യാനങ്ങൾ നിർവഹിക്കുവാൻ സഭാ ഗുരുക്കന്മാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാനുഷ്യ സമൂഹത്തെ സമഗ്രമായി സ്വാധീനിക്കുന്ന പുത്തൻ പ്രതിഭാസങ്ങളും അവ ഉൾക്കൊള്ളുന്ന കാൽവറി അനുഭവങ്ങളും വേണ്ടത്ര പഠനവിധേയമാകുന്നില്ല. ക്രിസ്തീയ ശുശ്രൂഷയിൽ നേരിടുന്ന നിരവധി പ്രതിസന്ധികൾ സമകാലീന സൂചനകളുടെ വെളിച്ചത്തിൽ വിമർശനാത്മകമായി വിലയിരുത്തി വിളിയും ദൗത്യവും നിയോഗവും പൂർത്തിയാക്കുവാൻ കഴിയണം. ദൗത്യ നിർവഹണത്തിലെ വിവിധ പ്രതിസന്ധികളും കഷ്ടങ്ങളും ആത്യന്തികമായി അതിജീവിക്കുവാൻ കൃപയും ശക്തിയും പകരുവാൻ ദൈവസ്നേഹത്തിന്റെ അനശ്വരമായ ചൈതന്യമാണ് വേണ്ടത്. സഭകളിൽ ഉണ്ടാക്കുന്ന കാലത്തിന്റെ സുസൂചനകളും വെറുപ്പിന്റെയും തിന്മകളുടെയും രാഷ്ട്രീയവും കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി സൗഖ്യപ്പെടുത്തുവാൻ കഴിയണം. സഭയെയും സമൂഹത്തെയും നിരപ്പിലേക്ക് ഐക്യത്തിലേക്കും നയിക്കുന്നതിനായി എഴുന്നേൽക്കുന്നതിനും സഞ്ചരിക്കുന്നതിനുമുള്ള നാഴിക വന്നിരിക്കുന്നു. ജാഗ്രതയോടെ കാലത്തിന്റെ നവീനമായ ദുസൂചനകളെ തിരിച്ചറിഞ്ഞ് പ്രവാചകത്വത്തോടെ കർമ്മ പദ്ധതികൾ സമൂഹത്തിൽ ആവിഷ്കരിക്കുവാൻ സഭയ്ക്ക് കഴിയണം. അതിനുവേണ്ടി നാം ഓരോരുത്തരും ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ മെൽസോ സൗമോ സുഹത്തോ എന്ന ആ 3 കാര്യങ്ങൾ നാം കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ഭവനങ്ങളിൽ അത് പ്രാക്ടിക്കലാക്കണം. അതായത് വേദപുസ്തകം പാരായണം ചെയ്യുക, ആ വേദപുസ്തക പാരായണത്തിന് ശേഷം അത് എഴുതുവാൻ ശ്രമിക്കുക, പ്രാർത്ഥനയെ തിരികെ പിടിക്കുക എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മുടെ ആരാധനയിൽ സംബന്ധിക്കുകയും ആരാധനയോടുള്ള താല്പര്യക്കുറവുകൾ അതില്ലാതാക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഈ 3 കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നമുക്ക് ഈ പുതിയ തലമുറയിൽ ഉണ്ടാകുന്നതായ ഈ പുത്തൻ സാമൂഹിക ക്രമം എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് ദൈവം നമുക്ക് വഴികാട്ടി തരും. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.